27 വർഷത്തെ അഗ്നിഗോളവും നെഞ്ചിലേറ്റിയാണ് ദക്ഷയുടെ മംഗലശ്ശേരിയിലേക്കുള്ള ഈ യാത്ര. എന്താ നമ്പിച്ച മുഖത്തൊരു പരിഭ്രമം? അത് ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ. എന്താ നമ്പീഷണങ്ങളീ പറയുന്നത്? കുറച്ച് തിടുക്കപ്പെട്ടു പോയോ എന്നെനിക്കൊരു സംശയമുണ്ട്. അങ്ങനൊരു സംശയം നമ്പീശന് വരാൻ കാരണം എന്താ? അവിടെ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ചെന്ന് കയറിയ എന്ത് സംഭവിക്കുന്നു ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. കാഞ്ചനയുടെ മകളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചതും നമ്മളാണെന്ന് മംഗലശ്ശേരിക്കാരെ അറിയാൻ പോവുക. കൊല്ലാതെ പകുതിയാക്കി വെച്ചതും മറ്റുള്ളവർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നതും ദക്ഷയുടെ ഔദാര്യമായി അവർ കരുതും. എന്റെ മുഖത്ത് നോക്കി ചോദിക്കാനുള്ള ധൈര്യം മംഗലശ്ശേരിക്കാർക്കുണ്ടോ നമ്പീശ? അത് പണ്ട് ഗംഗാധര പണിക്കർ മാണിക്യമംഗലത്ത് വന്ന് മകളെ സ്വീകരിക്കണേന്ന് യാചിച്ചതുപോലെയല്ല ഞാനിപ്പോ മംഗലശ്ശേരിയിൽ പോകുന്നത്. ആവശ്യപ്പെടാനാ. നിനക്ക് ടെൻഷനുണ്ടോ? ഉണ്ടെങ്കിൽ പറയണം. മമ്മിയുടെ തീരുമാനം തന്നെയാ എന്റെയും തീരുമാനം. കാരണം ഞാൻ എന്റെ ജീവിതം ഇല്ലാതാക്കാൻ ശ്രമിച്ചതാ. മമ്മിയാ എനിക്കിത് തിരിച്ചു പിടിച്ചു തന്നത്. അതുകൊണ്ട് എനിക്കായി ഒരു തീരുമാനമില്ല. എത്ര രുചി നോക്കിയിട്ടും അമ്മുന്റെ പായസത്തിലെ ഇൻഗ്രീഡിയൻസ് മാത്രം പിടികിട്ടുന്നില്ല. എന്താ ശ്രീദേവി അവൾ ഉപയോഗിക്കുന്നത്? അതെ, നമ്മളൊക്കെ ചെയ്യുന്നതേ അമ്മൂൻ ചെയ്യുന്നുള്ളൂ. അതിലൊരു രഹസ്യമില്ല. ചേരുവകൾ ചേർക്കേണ്ട ഒരു സമയമുണ്ട് കാഞ്ചനെ. ആ സമയത്ത് തന്നെ കൂട്ടുകൾ ചേർത്ത കറിയാണെങ്കിലും പായസാണെങ്കിലും ടേസ്റ്റ് കൂടും. അതിനെ പഴമക്കാര് കൈപ്പുണ്യെന്ന് പറയുന്നത്. ശ്രീദേവി മാ പറഞ്ഞത് ശരിയാ. അമ്മ ഉപ്പ് ചേർക്കുന്നതിൽ പോലും ഒരു സമയമുണ്ട്. ഞാൻ മിക്കപ്പോഴും കറികൾ ഇറക്കി വെച്ചിട്ടാ അതിലൊക്കെ ഉപ്പിടാറുള്ളത് തന്നെ. അതിവിടെ ആർക്കാ അറിയാത്തത്? ഉപ്പ് പോരാന്ന് പറഞ്ഞാൽ മുന്നിൽ കൊണ്ടുവച്ച് തരാറാ പതിവ്. അതെ, പായസം എടുക്കാനുണ്ടെങ്കിൽ കുറച്ചുകൂടി തന്നേക്ക്. കുറച്ചുകൂടെ ഉണ്ട്. അല്ല, പ്രഭയ്ക്ക് എന്താ പറ്റിയേ? പായസപ്രിയനൊന്നും അല്ലായിരുന്നല്ലോ. മനസ്സിൽ സമാധാനം ഉണ്ടാകുമ്പോഴാ ഭക്ഷണത്തിന് പോലും ഇതുവരെ അറിയാത്ത രുചിയൊക്കെ ഉണ്ടാവുന്നത്. എങ്കിലേ ഞാൻ പോയി കുറച്ച് പായസം എടുത്തിട്ട് വരാം. പോയിട്ട് വാടാ. സഞ്ജനയും നമ്പീശനും ഇവിടെ നിന്നാ മതി. ഞാൻ വിളിക്കുമ്പോ മാത്രം സഞ്ജന അകത്തോട്ട് വന്നാ മതി. ശരി മമ്മി. അമ്മൂന്റെ പായസത്തിന് പ്രഭ മാർക്ക് കൊടുക്കില്ല. അവക്കെന്തിനാ നീ മാർക്ക് ഇടുന്നത്? എന്റെ മോള് 100-ൽ 100 പ്രഭങ്ങളെ കുറച്ച് പായസം കുടിക്കും. അതെ, നിക്ക് നിക്ക് നിക്ക്, പ്രഭേട്ട് മാത്രം ആക്കണ്ട, എനിക്കും കൂടെ കുറച്ചതാ. ഓ പിന്നെന്താ, കഴിച്ചതൊക്കെ മതി. ഇപ്പൊ തന്നെ 2 ഗ്ലാസ് അകത്താക്കിയത്. സർവ്വതും ചുട്ടരിച്ച് കുളംകുത്താൻ ശപഥമെടുത്ത കുടുംബത്തിലേക്കാ ദക്ഷ അല്ല ഗൗരി നന്ദന സന്ധിക്കെത്തുന്നത്. മംഗലശ്ശേരിക്കാർക്ക് ഇതൊരു സന്ധിയല്ല, ദശാസന്ധിയ. പായസം കുടിക്കാൻ ഒരു ഗസ്റ്റ് കൂടിയുണ്ട്. ക്ഷണിക്കാതെ വന്ന അതിഥിയാണേ. ദക്ഷ
എല്ലാവരും മധുരം കഴിക്കുകയായിരുന്നോ? അല്ല, സന്തോഷമുള്ള ദിവസമാണെന്ന് മനസ്സിലായി. ഗൗരി എന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? അപ്പൊ ഞാൻ വന്നത് നല്ല സമയത്ത് തന്നെയാ. ആരാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. ആ, ഇനിയും ആൾക്കാരുണ്ടല്ലോ ഇവിടെ. എല്ലാവരും ഉണ്ടെങ്കിൽ പരിചയപ്പെടുത്താൻ ഒരു തവണ മതി. ഇപ്പൊ ഇവിടെ എല്ലാരും ഉണ്ട്. ആരെങ്കിലും കാണാൻ വന്നതാണോ? എന്തിനുള്ള വരവാണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. അങ്ങനെ ഒരാളെ മാത്രമായിട്ട് കാണാനല്ല ഞാൻ വന്നത്. ഈ വീട്ടിലെ എല്ലാവരെയും നേരിൽ കാണണം. എനിക്കൊരാവശ്യമുണ്ട്, അത് അറിയിക്കണം. അനുകൂലമായ ഒരു മറുപടിയും കിട്ടണം. ദിനേശ, നീ ചെന്ന് അച്ഛനെയും സഞ്ജുനെയും വിളിക്ക്. നിങ്ങൾക്ക് വീടൊന്നും തെറ്റിയിട്ടില്ലല്ലോ അല്ലേ? ഞങ്ങൾക്കാർക്കും ഇങ്ങനെ ഒരാളെ അറിയാത്തത് കൊണ്ട് ചോദിച്ചതാ. ആദ്യമായിട്ടാ ഞങ്ങൾ നിങ്ങളെ കാണുന്നത് തന്നെ. മംഗലശ്ശേരി വീടെന്ന് അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ വന്നത്. കണ്ടാ അറിയില്ലെങ്കിലും കേട്ടാൽ അറിയുന്ന ആരെങ്കിലും ഉണ്ടാവില്ലേ കാഞ്ചനെ? നിങ്ങൾ ഇരിക്കൂ. ആഹാ, പൂക്കൾ വന്നിട്ടുണ്ടല്ലോ. ഇവിടെ എല്ലാവരും സന്തോഷിക്കുന്നതറിഞ്ഞ് അച്ഛനുള്ള സന്തോഷം പങ്കുവെച്ചതായി ഈ പൂക്കളെന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പൊ ഇവിടെയുള്ള എല്ലാവരും പരസ്പരം തിരിച്ചറിഞ്ഞതിന്റെ സന്തോഷത്തിലാ അച്ഛ. ഇനി എന്നും പൂത്തോളണം കേട്ടോ. അദ്ദേഹത്തോട് ഞാൻ പറയുന്നുണ്ട് ഇവിടെ വന്നൊന്ന് കാണാൻ. അച്ഛന്റെ സന്തോഷം മോനും അറിയട്ടെ. എല്ലാരും സന്തോഷത്തിലാണെങ്കിലും ദക്ഷ ഓർത്തുള്ള ഉൾക്കണ്ടേ എനിക്ക്. മനസ്സുമടുത്ത് അവരൊന്ന് തിരിച്ചു പോയി കിട്ടിയാൽ മതിയായിരുന്നു. അമ്മു, ആ, നിന്നെ ഞാൻ എവിടെയെല്ലാം നോക്കി. എന്താ രാജുവേട്ടാ? അത് ദക്ഷ. അത് തന്നെ ഞാൻ അച്ഛന്റെ ഓർമ്മയ്ക്ക് നട്ട ഈ ചെടിയോടും പറഞ്ഞത്. അവൾ ഈ നാട് വിട്ടൊന്ന് പോയെങ്കിലെന്ന്. പോവല്ല, ഇങ്ങോട്ട് വന്നിരിക്കുക അവള്. അമ്മു, ദക്ഷ വന്നിരിപ്പുണ്ട്. എവിടെ? എല്ലാവരും കാണുമെന്ന് പറഞ്ഞ് ദക്ഷ മംഗലശ്ശേരിയിൽ വന്നിരിക്കുക. ആർക്കും ദക്ഷയെ മനസ്സിലായിട്ടില്ല. അവള് പരിചയപ്പെടുത്തിയിട്ടുമില്ല. എല്ലാവരും അവളുടെ മുന്നിലേക്ക് വരണമെന്നാ പറഞ്ഞിരിക്കുന്നത്. ദക്ഷയുടെ വരവ് രണ്ടും കൽപ്പിച്ച് തന്നെയാണ്. എന്താ കാവേരി നീ ഇത്ര വൈകിയത്? അത് പൂജകളൊക്കെ ചെയ്തു വന്നപ്പോ താമസം വന്നു. ഇതാരായി വന്നിരിക്കുന്നേ? അത് ദക്ഷയാ.
ആരാ എന്താ എന്ന് ഇതുവരെ ഒന്നും പറഞ്ഞില്ല. ഇതാരാണെന്ന് മോന് മനസ്സിലായോ? ഇല്ല. ആരാ? സഞ്ജു എങ്ങനെ അറിയാനാ? അറിയേണ്ടവർ പോലും എന്നെ അറിയുന്നില്ല. എന്നാ എന്നെ അറിയുന്ന ഒരാൾ ഇവിടെയുണ്ട്. ദേ ഇവൾ തന്നെ, മംഗലശ്ശേരിയിലെ മാനസപുത്രി അമ്മു എന്നു പേരുള്ള ലക്ഷ്മി. കള്ളത്തരങ്ങൾ ഇനിയും പലതും ഉണ്ട് അല്ലടി? നീ എന്നെ ഇവിടെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്ക്. ഒരാൾ സ്വയം പരിചയപ്പെടുത്തുന്നതിനേക്കാൾ ഔചിത്യം അറിയുന്ന മറ്റൊരാൾ പരിചയപ്പെടുത്തി കൊടുക്കുന്നതാ. നീ മിടുക്കി തന്നെയാ. എന്റെ വീട്ടിൽ കടന്നു കയറി എന്നെപ്പറ്റി എല്ലാം മനസ്സിലാക്കിയിട്ട് പിടി തരാതെ കടന്നു കളഞ്ഞവളല്ലേ? നീ വന്നതും പോയത് ഞാൻ അറിഞ്ഞില്ല എന്ന് കരുതിയോ? അമ്മോ, ഈ സ്ത്രീ ആരാ? നിനക്കറിയാമെങ്കിൽ നീ ഒന്ന് പറ. ഇങ്ങോട്ടൊന്ന് മാറിക്കേ. ദേ, ഒരു വീട്ടിൽ കയറി വന്ന് കുറച്ച് സമയമായിട്ട് മറ്റുള്ളവരെ പൊട്ടന്മാരാക്കുക. മര്യാദയുടെ പുറത്താ ഇതുവരെ മിണ്ടാതിരുന്നത്. ഞാൻ വന്നത് പ്രഭാചന്ദ്രന്റെ കുടുംബത്തിലേക്കല്ല. അമ്മു, നിനക്ക് ഇവരെ അറിയാമോ? ഞാൻ ആരാണെന്ന് പറയാൻ അവളുടെ നാവ് ചലിക്കില്ല. ഞാൻ തന്നെ പറഞ്ഞു തുടങ്ങാം. നിങ്ങൾ മുച്ചൂടും നശിപ്പിച്ചു കളഞ്ഞ മാണിക്യമംഗലത്തെ മഹാദേവൻ തമ്പിയുടെ മകളാ ഞാൻ. ഗൗരി നന്ദന. ദൈവമേ, മുകുന്ദേട്ടന് വേണ്ടി പറഞ്ഞു വെച്ചവൾ. ഗൗരി, ശബ്ദിച്ചു പോകരുത്. എന്റെ മുഖത്ത് നോക്കി മോളേന്ന് വിളിക്കാൻ എന്ത് അവകാശമാ നിങ്ങൾക്കുള്ളത്? നിങ്ങളെ വിശ്വസിച്ച സുഹൃത്തിനെയും മകനെയും കുരുതി കൊടുത്ത് മനോനില തെറ്റിയ ഒരു അമ്മയെയും കെട്ടുപ്രായം തികഞ്ഞ ഒരു പെണ്ണിനെയും തെരുവിലിറക്കി വിട്ട അധമനാ നിങ്ങൾ. നിർത്തണേ. നിർത്തിയ സ്ഥലത്ത് നിന്ന് തുടങ്ങാനാടി ഞാൻ വന്നത്. ഞാനിന്ന് പഴയ ഗൗരിയല്ല, ദക്ഷയാ. ദക്ഷ. മംഗലശ്ശേരിയുടെ അടിത്തറ ഇളക്കാൻ തന്നെയാ ഞാൻ വന്നത്. അച്ഛാ, എന്റെ മോളെ കൊല്ലാൻ ശ്രമിച്ചത് നീയായിരുന്നില്ലേ? തന്റെ മകളെ മാത്രമല്ല, ഇവൻ ഉൾപ്പെടെ എല്ലാത്തിനെയും തീർത്തു കളയാനാ ഞാൻ ഇറങ്ങി പുറപ്പെട്ടത്. മാറിക്ക്. വിടില്ലടി നിന്നെ ഞാൻ ഇക്കാലം അത്രയും തേടിയത് നിന്നെ തന്നെയാ. പ്രഭാചന്ദ്രന് എന്നെ എന്ത് ചെയ്യാൻ കഴിയും? പിടിച്ചു പോലീസിൽ ഏൽപ്പിക്കാനോ? തന്റെ മകളെ ഈ അവസ്ഥയിൽ എത്തിച്ചതിന് പിന്നിൽ ഞാനാണെന്നതിന് എന്ത് തെളിവുണ്ട് നിങ്ങൾക്ക്? എന്താ പ്രഭാചന്ദ്രന്റെ നാവ് ഇറങ്ങിപ്പോയോ? ദക്ഷ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പഴുതുകൾ അടച്ചു മാത്രമായിരിക്കും. തൊടില്ല നിങ്ങൾ എന്നെ. ഇനി മുഖാമുഖം നിന്ന് നേരിടാനാണെങ്കിൽ അതിന് ഞാൻ തയ്യാറാ. ഒന്നും കാണാതെ ഞാൻ ഈ വീടിന്റെ പടികേറി വരില്ല. അത് ഓർത്തു വെച്ചേക്കുന്നത് എല്ലാവർക്കും നല്ലതാ.
നിനക്ക് എന്താ വേണ്ടത്? ഞാൻ കാരണം നിനക്ക് നഷ്ടമായ നിന്റെ ജീവിതത്തിന് വേണ്ടി കണക്ക് ചോദിക്കാനാണ് നീ വന്നതെങ്കിൽ എന്റെ ജീവൻ നീ അങ്ങ് എടുത്തോ. നിന്റെ കൈകൊണ്ട് മരിക്കാൻ ഞാൻ തയ്യാറാ. അമ്മ ഒന്ന് മിണ്ടാ നിൽക്കേ. നിന്നെ കൊല്ലാൻ എനിക്കെന്തിന് നിന്റെ സമ്മതം? വധശിക്ഷ വിധിച്ചിട്ട് ആരെങ്കിലും കൊല്ലാൻ സമ്മതം ചോദിക്കാറുണ്ടോ? ഞങ്ങളെല്ലാം കൊന്നുകളയാൻ മാത്രം നിങ്ങളാരാ? ഇനി ആരും ഒന്നും പറയണ്ട, ഞാനൊന്ന് പറയട്ടെ. എല്ലാത്തരം കാരണക്കാരൻ ഞാൻ തന്നെയാ. എന്റെ മോൾക്ക് വേണ്ടി നിന്റെ വീട്ടിലേക്ക് വന്നതും ഞാൻ തന്നെയാ. ഞാൻ നിങ്ങൾക്ക് തന്ന വാക്ക് പാലിക്കാൻ എനിക്ക് കഴിയാതെ വന്നു. നിനക്കുണ്ടായ നഷ്ടങ്ങൾക്ക് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് നീ പറ. എന്റെ കുട്ടികളെ നീ വെറുതെ വിട്. ഒരു തരത്തിലും ഈ പാവക്കരയിൽ ആർക്കും പങ്കില്ല. ഈ വീട്ടിൽ വന്ന് പിറന്നു പോയെന്നേ ഉള്ളൂ. അവരെ ഇല്ലാതാക്കിയതുകൊണ്ട് നീ ഒന്നും നേടാൻ പോകുന്നില്ല. മുത്തച്ഛൻ എന്തിനാ ഈ സ്ത്രീയോട് ഇങ്ങനെ കെഞ്ചുന്നത്? ഒളിഞ്ഞിരുന്ന് സ്വാതിയെ അപായപ്പെടുത്തിയെന്ന് കരുതി ഇവരെ ഇനി എന്തിനു പേടിക്കണം? ഇവർ ഈ നിമിഷം മുതൽ ഭയപ്പെടേണ്ടത് എന്നെയാ. വീട്ടില്ല നിങ്ങളെ ഞാൻ എണ്ണി എണ്ണി ഞാൻ കണക്കുകൾ തീർത്തിരിക്കും. ഇതുവരെ ഈ ഷോയൊക്കെ ഞാൻ കണ്ടുവന്നതേ നിങ്ങൾ ഏതറ്റം വരെ പോകുമെന്ന് കാണാനാ. മാണിക്യമംഗലം എന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ നേടിയെടുത്തതിന് ശേഷമാ നിങ്ങളെപ്പറ്റി ഞാൻ അറിയുന്നത്. അതിനു മുന്നേ നിങ്ങൾ ഏത് തരക്കാരിയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ആ മണ്ണില് നിങ്ങൾ കാലുകുത്തിലായിരുന്നു. ഇപ്പൊ ആ മണ്ണ് നിങ്ങളുടെ പേരിലാണെങ്കിൽ കൂടി നിങ്ങൾ അവിടെ കേറുന്നത് എനിക്കൊന്ന് കാണണം. ഞാൻ ആരാണെന്ന് അറിയാതെയാ പേടിപ്പിച്ച് കളയാവുന്ന കരുതി നിങ്ങൾ ഇവിടേക്ക് കയറി വന്നത്. മോനെ സഞ്ജു, നിന്റെ മുത്തശ്ശൻ മൊഴിമുട്ടി നിൽക്കുന്നത് നീ കാണുന്നില്ലേ? അത് ഞങ്ങളോട് ചെയ്ത പാപത്തിന്റെ കുറ്റബോധം. നീ ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഞാൻ എവിടെ നിന്ന് വരുന്നെന്നോ എന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നോ നിനക്കറിയില്ല. അതറിയാമായിരുന്നെങ്കിൽ എന്റെ മുന്നിൽ നീ ഇത്രയും കത്തിപ്പടരില്ല. മോനിനി ഒന്നും പറയരുത്. എന്താ നിന്റെ ആവശ്യവും നീ പറ. നിനക്ക് എന്ത് നഷ്ടപരിഹാരമോ വേണ്ടത്? എന്റെ കുട്ടികളുടെ ജീവൻ ഒഴികെ നിനക്ക് ഞാൻ എന്തും തരും. നീ എന്തൊക്കെയാ ഈ പറയുന്നേ? കഴിഞ്ഞുപോയ കാര്യങ്ങൾ ഇനി എങ്ങനെ നടക്കാനാ? പുതിയ തലമുറയിലും സന്തതികളില്ലേ വസുമതിയമ്മേ? എനിക്ക് ഈ കുടുംബത്തോടുള്ള പക കെട്ടടങ്ങണമെങ്കിൽ, നിങ്ങളെ ബാധിച്ച പാപത്തിൽ നിന്ന് നിങ്ങൾക്ക് മോചനം നേടണമെങ്കിൽ നിങ്ങൾ അതിന് തയ്യാറാവണം. നീ തെളിച്ചു പറ. ഈ സ്ത്രീക്ക് ഭ്രാന്താച്ചാ. ഇവരെ പിടിച്ച് പുറത്താക്കിയാ ചെയ്യേണ്ടത്. ഇവിടെ ആർക്കും ഇതിനുള്ള ധൈര്യമൊന്നും ഇല്ലേ? കാഞ്ചന ശബ്ദിക്കരുത്. നീ എന്താ ഉദ്ദേശിക്കുന്നെന്ന് പറ. ഒരിക്കൽ ഈ നിൽക്കുന്ന മകൾക്ക് വേണ്ടി പണിക്കര് മാണിക്യമംഗലത്ത് വന്നതുപോലെ ഞാനും വന്നിരിക്കുക. മുകുന്ദന്റെ മകനും എന്റെ മകളും തമ്മിലുള്ള വിവാഹത്തിനു വേണ്ടി. പണിക്കര് വന്നത് അപേക്ഷയുമായിട്ടാണെങ്കിൽ ഞാൻ വന്നത് ആവശ്യവുമായിട്ടാ. നിങ്ങളുടെ ഈ മോഹം നടക്കില്ല.
നിങ്ങളുടെ മകൾ മരിച്ചു കളയുന്ന പേടിച്ചിട്ടല്ലേ കൊന്നു കൊലവിളിക്കാൻ വന്ന് നിങ്ങൾ ഇപ്പൊ നാണം ഇല്ലാതെ മംഗലശ്ശേരിയിൽ എത്തിയിരിക്കുന്നത്. എന്നിട്ട് പാപത്തിന്റെ കണക്ക് പറഞ്ഞ് ഇവിടെയുള്ളവരെ പേടിപ്പിക്കാൻ നോക്കുന്നു. അതെടി, എന്റെ മോൾക്ക് വേണ്ടി മാത്ര ഇനി ഒന്നിനെയും കൊലയ്ക്ക് കൊടുക്കണ്ടെന്ന് ഞാൻ തീരുമാനിച്ചത്. അല്ലായിരുന്നെങ്കിൽ ദേ ഈ നിൽക്കുന്ന പലരും വെട്ടിയിട്ടതുപോലെ മംഗലശ്ശേരിയുടെ നടുത്തളത്തിൽ കോടി പുതച്ച് കിടന്നേനെ. ദേ ഇവൻ പോലും.